ദൈവങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയിൽ നിന്ന് ഒരു ദേവിയുടെ ജനനം. അശുദ്ധിയിലും പവിത്രത കാണുന്ന മരതക പച്ച നിറത്തിൽ ദിവ്യമായി തിളങ്ങുന്ന ആ മനോഹര രൂപം ആരുടേതാണ്? സരസ്വതി ദേവിയുടെ താന്ത്രിക ഭാവമെന്ന് വിളിക്കപ്പെടുന്ന ദശമഹാവിദ്യകളിലെ 9ാമത്തെ മഹാശക്തി. ആരാണ് ഈ രഹസ്യ സ്വരൂപിണി? ദശമഹാവിദ്യകളിൽ 9ാമത്തെ ഭാവമാണ് മാതംഗി ദേവി. ജ്ഞാനത്തിന്റെയും സംഗീതത്തിന്റെയും ലളിത കലകളുടെയും അധിപതിയായ ഈ ദേവിയെ താന്ത്രിക സരസ്വതി എന്നാണ് വിളിക്കുന്നത്. സരസ്വതി ദേവിയുടെ സൗമ്യതയും കാളി ദേവിയുടെ അതിശക്തമായ ഊർജ്ജവും ഒത്തുചേർന്ന രൂപമാണ് മാതംഗി ദേവി. ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായും 2 കഥകളാണുള്ളത്. ഒരിക്കൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൈലാസനാഥനായ മഹാദേവനെയും മാതാ പാർവതിയെയും സന്ദർശിക്കാനെത്തി. കൈലാസത്തിൽ അവർക്കായി ഗംഭീരമായ ഒരു വിരുന്നൊരുക്കിയിരുന്നു. ദേവീദേവന്മാർ ആ ദിവ്യ ഭോജനം കഴിച്ചുകൊണ്ടിരിക്കെ കുറച്ച് ഭക്ഷണം താഴെ നിലത്ത് വീണു. ആ ഭക്ഷണാവശിഷ്ടങ്ങളിൽ, അതായത് ഉച്ഛിഷ്ടത്തിൽ നിന്ന് പെട്ടെന്ന് അതീവ സുന്ദരിയായ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. ആ കന്യക ദൈവങ്ങളുടെ മുന്നിൽ വണങ്ങി നിന്ന് അവരുടെ ഇലയിലെ ബാക്കി ഭക്ഷണം തനിക്ക് പ്രസാദമായി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അത് സ്വീകരിച്ച അവൾ ഉച്ഛിഷ്ടമാതങ്കി എന്നറിയപ്പെട്ടു. ലൗകികമായ വേർതിരിവുകൾക്കും ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങൾക്കും അതീതമാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഈ ഉത്ഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നെയുമല്ല, ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിക്കാനും ശത്രുക്കളെ നിയന്ത്രിക്കാനും ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നു. മറ്റൊരു പുരാണ കഥയനുസരിച്ച് മാതംഗ മഹർഷി ആദിപരാശക്തിയെ തന്റെ മകളായി ലഭിക്കാനായി 10,000 വർഷങ്ങളോളം കഠിനമായ തപസ്സു ചെയ്തു. മഹർഷിയുടെ ഭക്തിയിൽ പ്രസാദിച്ച ദേവി അദ്ദേഹത്തിന്റെ പുത്രിയായി അവതരിക്കാമെന്ന് വരം നൽകി. അങ്ങനെ മാതംഗ മഹർഷിയുടെ മകളായി അവതരിച്ച ദേവി മാതംഗി എന്നറിയപ്പെട്ടു. മറ്റൊരു ദേവിക്കുമില്ലാത്ത സവിശേഷമായ രൂപമാണ് മാതംഗി ദേവിയുടേത്. പ്രകൃതിയുടെ പച്ചപ്പിനോടും സമൃദ്ധിയോടും ചേർന്നതാണ് ദേവിയുടെ നിറത്തെ സങ്കല്പിക്കുന്നത്. മരതക പച്ച നിറം പുനർജന്മത്തെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ സർവ്വ ചൈതന്യവും പച്ചപ്പും ദേവിയുടെ ഭാവമാണെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ് വീണയും തത്തയും. സംഗീതത്തിന്റെയും കലകളുടെയും പ്രതീകമാണിത്. പ്രപഞ്ചത്തിന്റെ താളവും നാദബ്രഹ്മവും ദേവിയുടെ വീണയിൽ നിന്ന് ഒഴുകുന്നു. കേവലം സംഗീതം മാത്രമല്ല, മനുഷ്യ ശരീരത്തിലെ നാഡികളിലൂടെ ഒഴുകുന്ന പ്രാണോർജ്ജത്തിന്റെ സംഗീതമായും വീണയെ കണക്കാക്കുന്നു. ദേവിയുടെ അരികിലോ കയ്യിലോ കാണപ്പെടുന്ന തത്ത സംസാരശേഷിയുടെയും വാക്സാമർത്ഥ്യത്തിന്റെയും പ്രതീകമാണ്. കേട്ടത് തിരിച്ചു പറയാനുള്ള തത്തയുടെ കഴിവ് ഗുരുവിൽ നിന്ന് കേട്ട ജ്ഞാനം അതുപോലെ ഹൃദയസ്ഥമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. താന്ത്രിക ആരാധനയിൽ ഏറ്റവും ഉന്നതമായ ഭാവമാണ് രാജാ മാതംഗി. ഐശ്വര്യത്തിന്റെയും അധികാരത്തിന്റെയും അധിപയാണ് ഈ ഭാവം. ലളിതാംബികയുടെ സദസ്സിലെ പ്രധാന മന്ത്രിയായി രാജാ മാതംഗിയെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യശേഷിയും ഭരണ നൈപുണ്യവും ലഭിക്കാൻ രാജാ മാതംഗി ഉപാസന ഉത്തമമാണ്. ബാഹ്യമായ അറിവിനേക്കാൾ ഉപരിയായി ഓരോ വ്യക്തിയിലുമുള്ള ആന്തരികമായ ബോധത്തെയും സ്വർഗാത്മകതയെയും ഉണർത്താൻ ഈ ഭാവം സഹായിക്കുന്നു. കലകളിൽ പൂർണ്ണത ആഗ്രഹിക്കുന്നവർക്കും മാനസികമായ ശത്രുക്കളെ, അതായത് കോപം, അസൂയ തുടങ്ങിയവ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാജാ മാതംഗി അഭയമാണ്. അശുദ്ധമെന്ന് കരുതുന്ന അവസ്ഥയിലും ജ്ഞാനം പവിത്രമാണെന്ന മഹത്തായ തത്വം മാതംഗി ദേവി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ശാരീരികമായ ശുദ്ധിയേക്കാൾ മനസ്സിന്റെ ഭക്തിക്ക് ദേവി പ്രാധാന്യം നൽകുന്നത്. മാതംഗി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം മാതംഗിയേ നമഃ.